ഈ ഫ്രെയിമിന്റെ ഇടയിൽ ഉണ്ടായതിന് 5 കല്ലിന്റെ ചുമര് മൊത്തം പൊളിച്ചിട്ടുണ്ട്. ഈ ഫ്രെയിം ഊരാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫ്രെയിം ഊരിനേൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു ചൊറ വരുന്നുണ്ട്. അത് നിങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എന്താ സംഭവം എന്നറിയോ? ഇത് 8 ഇഞ്ചിൻ്റെ ചുമരിൻ്റെ ഇടയിലാണ് ഈ 4 ഇഞ്ചിൻ്റെ ഫ്രെയിം ഇവിടെ വെച്ചിട്ടുള്ളത്. എൻഡിലാണ്. അതേപോലെ 4 ഇഞ്ച് ഇവിടെ ബാക്കിയുണ്ട്. ഈ ഫ്രെയിം തേക്കുന്നതിന് മുമ്പ് വെച്ച സ്ഥിതിക്ക് ഇതിൻ്റെ വേക്കത്തെ കര തേപ്പാരി തേച്ച് മടക്കി സെറ്റാക്കി ഇവിടെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഒരു സാധനം ഊരുകയാണെങ്കിൽ ഈ എൻഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് ഊരില്ല, അങ്ങോട്ട് ഊരില്ല. അങ്ങോട്ട് ഊരുമ്പം ഈ കര മൊത്തം ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെ തേപ്പ് നല്ല മടങ്ങി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഊരുന്ന സമയത്ത് ഈ സൈറ്റിൽ വന്ന ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വാതിലിൻ്റെ പിന്തല ഈ ടൈലിൻ്റെ ഉള്ളിലാണ്. ഇതുവരെ 2 3 ഇഞ്ച്. ഇനി ആ ഏരിയക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചിമ്മിണിക്കൂടിൻ്റെ ഒരു ബോർഡും വരുന്നുണ്ട്. ഈ ഫ്രെയിം എടുക്കുന്ന സമയത്ത് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനാല മാത്രം സെപ്പറേറ്റ് കിട്ടും. ഈ വാതിലിൻ്റെ ഫ്രെയിം നാശമായി പോകും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ടൈല് പോയാലും ഏറ്റവും നല്ല ഓപ്ഷൻ ഫുള്ളായി കിട്ടിക്കോട്ടെ. ഇനി ഇവിടെ ഒരു ടൈലും പോയിക്കോട്ടെ. നമുക്ക് വേറെ ടൈലും ഉണ്ടെന്ന് വെച്ചാൽ മതി. ഇതേ മോഡൽ കിട്ടില്ല എന്നുള്ളൂ. അതിന് ഗ്രൈൻഡർ ഉണ്ടല്ലോ, ഒന്ന് ഇപ്പുറത്തൊന്നും കേടെടുത്തില്ല. ഓക്കെ, അങ്ങനെയല്ല അല്ലേ? എന്നാൽ അടിച്ചാണി സെറ്റ്.